കോട്ടയം നാഗമ്പടത്ത് ഹരിതകർമ്മസേന പ്രവർത്തകരെ അസഭ്യം പറഞ്ഞ സംഭവത്തിൽ പച്ചക്കറി ഹോൾസെയിൽ കടയിലേക്ക് ഹരിതകർമ്മസേന പ്രവർത്തകരുടെ മാർച്ച്. കഴിഞ്ഞ ദിവസമാണ് തങ്കമ്മ, മൃദുല എന്നീ ഹരിതകർമ്മസേന പ്രവർത്തകരെ കടയുടമ അസഭ്യം പറഞ്ഞത്. ടോബി ജോൺസൺ ചേരുന്നുണ്ട് കോട്ടയത്തു നിന്ന് വിവരങ്ങളുമായി. ടോബി, എന്തിനാണ് ഇവരെ ഇങ്ങനെ അസഭ്യം പറഞ്ഞത്? സ്മിത, കഴിഞ്ഞ ദിവസം ഈ കാണുന്ന പച്ചക്കറി ഹോൾസെയിൽ വിൽക്കുന്ന ഒരു കടയാണ്, തിബറ്റ് എന്നാണ് പേര്. അവിടെ അജൈവ മാലിന്യങ്ങൾ ശേഖരിക്കാൻ, പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ ശേഖരിക്കാൻ രണ്ടുപേർ വരുന്നു. അതായത് മൃദുലയും ഒപ്പം തന്നെ തങ്കമ്മ എന്ന് പറയുന്ന രണ്ടുപേരാണ് ഇവിടേക്ക് എത്തിയത്. അവർക്ക് അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഈ പച്ചക്കറി വേസ്റ്റ് എടുക്കാൻ സാധിക്കില്ലെന്ന് അവർ പറഞ്ഞു. ഇതിൽ പ്രകോപിതനായ കടയുടമ ഇവരെ അസഭ്യം പറയുകയായിരുന്നു. ഇവിടെ നിന്ന് മാത്രമല്ല, ഇവർ ഇവിടെ നിന്നും പോയി വഴിയിൽ തടഞ്ഞു നിർത്തി, അതായത് പിന്നാലെ ചെന്ന് വഴിയിൽ തടഞ്ഞു നിർത്തി അസഭ്യം പറഞ്ഞു എന്നാണ് പറയുന്നത്. എന്നാൽ നമ്മളോടൊപ്പം അവരിൽ ഒരാൾ ചേരുന്നുണ്ട്. പേരെന്തായിരുന്നു? മൃദുല. എന്താണെന്ന് സംഭവിച്ചത്? അന്ന് ഞങ്ങൾ അതുപോലെ പ്ലാസ്റ്റിക് എടുക്കാൻ വേണ്ടിയാണ് ഇവിടെ വന്നത്. ഇവിടെ വന്നപ്പോഴത്തേന് ഇവർ പറഞ്ഞു 4 ചാക്ക് പ്ലാസ്റ്റിക് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ശരി എടുക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ പ്ലാസ്റ്റിക് എടുക്കാൻ വേണ്ടി ചെന്നപ്പോഴത്തേന് പ്ലാസ്റ്റിക് മാത്രമല്ല, അതിനകത്ത് സവോളയുടെ തൊലിയും ക്യാബേജിൻ്റെ തൊലിയും ഓണത്തിൻ്റെ കുറേ സാധനങ്ങൾ ചീഞ്ഞളിഞ്ഞതെല്ലാം കൂടെ ഞങ്ങൾക്ക് തന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഈ വേസ്റ്റ് നിങ്ങൾ കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഇത് കൊണ്ടുപോകാൻ പറ്റത്തില്ല, മുനിസിപ്പാലിറ്റി നമുക്കിത് കയറ്റാൻ പറ്റത്തില്ല, ഞങ്ങൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഞങ്ങൾ വേണം ഇത് പിഴ അടയ്ക്കാമെന്ന് പറഞ്ഞു. വഴിയിൽ വന്ന് അസഭ്യം പറഞ്ഞത് വഴി നിന്നാ. ഈ സംഭവം എല്ലാം കഴിഞ്ഞു, ഇവർ ഞങ്ങളിത് എടുക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ ഒരു ഫോട്ടോ എടുത്തു. കാരണം നമുക്ക് മുനിസിപ്പാലിറ്റിയിൽ ഇത് ഫോട്ടോ എടുത്ത് കാണിക്കണം നമ്മൾ പ്ലാസ്റ്റിക് എന്തുകൊണ്ടാണ് എടുക്കാത്തെന്നുള്ളത്. അതെടുത്ത് ഞങ്ങൾ ഇവരുടെ പൈസയും മേടിച്ചില്ല. ആ ഫോട്ടോ എടുക്കാൻ ഒരുങ്ങിയപ്പോഴത്തേന് കടയിലുള്ള എല്ലാ സ്റ്റാഫുകളും കൂടെ ഇറങ്ങി വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു കടയിൽ നിന്ന് ഇറങ്ങിപ്പോ ഫോട്ടോ എടുക്കണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ഇറങ്ങിപ്പോയി അപ്പുറത്ത് ഓട്ടോ സ്റ്റാൻഡ്. ആ ഓട്ടോ സ്റ്റാൻഡ് അവിടെ എത്തിയപ്പോഴത്തേനും കടയുടെ ഉടമ ഞങ്ങളുടെ പുറകെ വന്നിട്ട് പിന്നെ പറഞ്ഞൊന്നും പറയാൻ കൊള്ളത്തില്ലാത്ത അസഭ്യങ്ങളാണ് പറഞ്ഞത്. നിനക്കൊക്കെ 100 രൂപ തരുന്നതല്ലേടി പൂന്ന് ചോദിച്ചങ്ങ് പിന്നെ അങ്ങ് തുടങ്ങുമായിരുന്നു. അതാണ് സ്മിത ഒരു പ്രതിഷേധത്തിന് കാരണം. എന്തായാലും പോലീസ് കേസ് കൊടുത്തിട്ടുണ്ട്. ഒപ്പം നമുക്കിന്ന് കാണാം, ഇന്ന് ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ ഹരിതകർമ്മ സേനാംഗങ്ങൾ എല്ലാവരും അവർ ഈ കോട്ടയത്തുള്ള നഗരസഭയ്ക്ക് കീഴിലുള്ള സേനാംഗങ്ങളാണ്, കുടുംബശ്രീ പ്രവർത്തകരാണ്. അവരെല്ലാവരും ഒറ്റക്കെട്ടായി ഇവിടെ വന്ന് അവരുടെ പ്രതിഷേധം അറിയിക്കുകയാണ്. ഇത്തരത്തിൽ വഴി തടഞ്ഞു നിർത്തി ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒരാൾ അസഭ്യം പറയുന്നത് അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ലെന്നാണ് അവർ പറയുന്നത്. അങ്ങനെയാണ് ഇന്ന് ഈ തിബറ്റ് എന്ന് പറയുന്ന കടയുടെ മുന്നിൽ വന്ന് പ്രതിഷേധിക്കുകയും അവിടെ ഇപ്പോൾ ആ കട അവർ പൂട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പൂട്ടിയിടുകയും ചെയ്തിട്ടിരിക്കുന്നത്. എന്തായാലും കേസുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സംഘടനകളുടെ തീരുമാനം. നമുക്ക് അവരോട് കൂടി ചോദിക്കാം. ചേച്ചി, എന്താണ് ഇതിൻ്റെ ഒരു തുടർ നടപടി? കേസ് കൊടുത്തിട്ടുണ്ടോ? എന്താണ് മുന്നോട്ടുള്ള നടപടി? ഇത് കഴിഞ്ഞ 11-ാം തീയതി നടന്ന സംഭവമാണ്. ഈ വാർഡിലെ ഹരിതകർമ്മസേനയാണ്. ഒന്ന് മൃദുല, അതുപോലെ തങ്കമ്മ, രവികുമാർ എന്ന് പറഞ്ഞ ചേച്ചി ഇവിടെ ഉണ്ട്. ഇവർ രണ്ടും ഇവിടെ പ്ലാസ്റ്റിക് എടുക്കാൻ വന്ന നമ്മൾ എന്താണ് തുടർ നടപടി? ശക്തി വിഷ്വൽസ് അടക്കമാണ് ഇവിടെ പരാതി കൊടുത്തത്. ആ പരാതിയിൽ ശരിക്കും പറഞ്ഞാൽ ആ വീഡിയോ കണ്ടാൽ സുമോട്ടോ കേസെടുക്കണം. അത് സ്ത്രീത്വത്തെ അപമാനിച്ചത്. അതുപോലെ തന്നെ ഇവർ രണ്ടുപേരും SC/ST വിഭാഗത്തിൽപ്പെട്ട 2 വനിതകളാണ്. അപ്പോൾ ഹരിജന പീഡനം ഉൾപ്പെടെ. അത് മാത്രമല്ല ഇവരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുക. ഹരിതകർമ്മസേന എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഈ ഇടതുപക്ഷ സർക്കാർ വന്നേ പിന്നെ ഹരിതകർമ്മസേന എന്ന് പറഞ്ഞാൽ നാടിൻ്റെ കർമ്മസേനയാണ്. അവർ ചെയ്യുന്ന ജോലി ഏറ്റവും മോശപ്പെട്ട ജോലി ചെയ്യുന്ന ഈ സമൂഹത്തെ ശുദ്ധീകരിക്കാൻ ഇറങ്ങിയേക്കുന്ന സഹോദരിമാരും അമ്മമാരും. കടയുടമയോട് സംസാരിച്ചോ? മാപ്പ് പറയാൻ തയ്യാറായിട്ടുണ്ട്? ഈ ഇത് കയറ്റാൽ അറയ്ക്കുന്ന തെറി പറഞ്ഞിട്ട് മാപ്പ് പറയാന്നാണോ? അങ്ങനെയാണ് ഈ നാട്ടിൽ നിയമവും പോലീസും സംവിധാനവും ഒന്നും വേണ്ടല്ലോ. തീർച്ചയായിട്ടും ഇയാള് ഇതിന് നിയമ നടപടിക്ക് വിധേയമാകണം. ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം ഇയാൾക്കെതിരെ കേസെടുക്കണം. ആണോ? അതാണ് ഇവരുടെ ആവശ്യം. എന്തായാലും നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. നമ്മൾ മുൻപും ഇത്തരത്തിലുള്ള സമരങ്ങൾ, ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ, സ്ത്രീകളുടെ കൂട്ടായ്മകൾ, അവരുടെ ശക്തി എന്താണെന്ന് അവർ തെളിയിച്ചിട്ടുണ്ട്. നമുക്ക് പല സ്ഥലങ്ങളിൽ നിന്നും പെമ്പിളയൊരുമ പോലെയുള്ള സമരങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതിന് സമാനമായ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് ഇവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഒരു വഴിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് നിന്നും വഴിയിലൂടെ നടന്നു പോയപ്പോൾ ഈ ഒരു പ്രശ്നമുണ്ടായപ്പോൾ അവിടെ നിന്നും മാറി വഴിയിലേക്ക് പോയ അവരെ പിന്നാലെ ചെന്ന് അസഭ്യം പറഞ്ഞു. അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് ഒരു സ്വമേധയാ തന്നെ ഒരു കേസെടുത്ത് ഇതിലൊരു നടപടിയിലേക്ക് കടക്കണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. എന്തായാലും ഗാന്ധിനഗർ പോലീസ് നിലവിൽ കേസെടുത്തിട്ടുണ്ട് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഇവരുടെ പരാതി ഇതിനോടകം തന്നെ എഴുതി മേടിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും രാവിലെ 11 മണിക്ക് ആരംഭിച്ച സമരമാണ്. ആ സമരം ഒരു പ്രകടനമായി ഇവിടേക്ക് എത്തി. കടയുടെ മുന്നിൽ വലിയൊരു ഹോൾസെയിൽ മാർക്കറ്റാണ്. അത് പൂട്ടിക്കുന്നവരെ അവർ സമരം ചെയ്തിരിക്കുകയാണ്. അതിന് മുന്നിൽ ഇപ്പോൾ കുത്തിയിരുന്ന് സമരം ചെയ്യുകയാണ്. സ്മിത, ഹരിതകർമ്മസേന പ്രവർത്തകരെ അസഭ്യം പറഞ്ഞ സംഭവത്തിലാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം. പച്ചക്കറി ഹോൾസെയിൽ കടയിലേക്ക് ഹരിതകർമ്മസേന പ്രവർത്തകരുടെ മാർച്ച് നടക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം കടയുടമ ഇവരിൽ 2 പേരെ തടഞ്ഞു നിർത്തി അസഭ്യം പറയുകയായിരുന്നു. ടോബി ജോൺസണാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം കോട്ടയത്തു നിന്ന് ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.